Hey guys, assalamualaikum. Welcome back to my channel. Actually ഇതുവരെ രണ്ടുപേരും ഇങ്ങനെ കൂറി ഇരിക്കണായിരുന്നു. That means എന്താ മലയാളത്തിൽ പറഞ്ഞു മടി തല എനിക്ക് ഭയങ്കര തലവേല സോനോറും വന്നിട്ടുണ്ട്. അപ്പോൾ വേണോ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് നമുക്ക് നോമ്പ് തുറക്കണ്ടേ, നോമ്പില്ലല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ക്യാരറ്റ് ആണ് സോന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീ ക്യാപ്സിക്കം ആൻഡ് എന്താണ് സുനിത് സവാള ഗിരിഗിരി. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ചില്ലി ചിക്കൻ്റെ വേണ്ടിയാണ്. സോനു നേരെയായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സോൻ്റെ ഫേവറേറ്റ് ഗൈസ് ഫ്രൈഡ് റൈസിന് വേണ്ടിയാണ്. പക്ഷേ ഇന്നത്തെ ഫ്രൈഡ് റൈസ് നിങ്ങൾ ഫ്രൈഡ് റൈസിലൊക്കെ നിറച്ച് വെജിറ്റബിൾസ് ആയിരിക്കും. നമ്മൾ ഇന്ന് കുറേ വെജിറ്റബിൾസ് ഇടുന്നില്ല. ദാറ്റ് മീൻസ് നമുക്ക് വെജിറ്റബിൾ ഇഷ്ടമില്ല എന്നല്ല, വീട്ടിൽ വെജിറ്റബിൾസ് ഇല്ല. ബിക്കോസ് ബേബി അന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ വെജസ് എടുക്കാൻ പറഞ്ഞു. നമ്മളപ്പോൾ പറഞ്ഞു മുമ്പല്ലേ വേണ്ട, വെജസ് ഒക്കെ വേണ്ട അത്ര ഒന്നും. ലൈക്ക് നമ്മളെ മൈൻഡിൽ ഇത് പൊടി കറിക്കാന്ന് ചൊല്ലേ പച്ചക്കറി ഉലത്തൊന്നും ഉണ്ടാക്കൂലല്ലോ. അപ്പൊ ചിക്കൻ ബീഫ് അങ്ങനെ കറിയൊക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ വേണ്ട വെജസ്. ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് ഓർക്കുമ്പോഴാണ് വെജസിന്റെ ആവശ്യം. അപ്പൊ വീട്ടിലാകെയുള്ള വെജസ് ക്യാപ്സിക്കം, പിന്നെ ബീൻസ് ഇല്ല, ക്യാബേജ് ഇല്ല, അതൊക്കെ വേണമെന്ന് പറയണേ. സോ ഞാൻ പറഞ്ഞു ബേബി പറയുമ്പോൾ എന്തായാലും ഈവനിങ് ആവും. അതുവരെ ഇന്നും ബിസിയാണ്. വീട് പണി എത്രയും പെട്ടെന്ന് തീർക്കണം, പെരുന്നാൾ കഴിഞ്ഞിട്ട് കയറണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ ബഷി ഓടി നടക്കുകയാണ് അവിടെ ഇവിടെ. അതുകൊണ്ട് വരുമ്പോ ലേറ്റ് ആവും. ഉള്ളത് കൊണ്ട് റമദാൻ പോലെ. ഓക്കെ, അപ്പോ ഓണം പോലെയാണ് ഉദ്ദേശിച്ചത്. ഇന്ന് ചില്ലി ചിക്കൻ, പിന്നെ സോണിന്റെ ഫ്രൈഡ് റൈസ്. സോനു ആ സൈഡിൽ നിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും, ഈ സൈഡിൽ നിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചിക്കനൊക്കെ ഉണ്ട് ഭാഗ്യം. അപ്പോ നൈസായിട്ട് രണ്ടുപേർ തല്ല് വെച്ച് ഒട്ടിട്ട്. അപ്പോ ഇപ്പൊ ടൈം 11:30 ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇരിക്കണേയാണ്. വാവ ഫുഡ് കഴിച്ചോണ്ടിരിക്കണേ. വാവക്ക് നല്ല വിശപ്പ്. ചപ്പാത്തി ഒക്കെ നമ്മൾ ഇന്ന് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ചിക്കൻ, പ്രോൺസ് ഉണ്ട്, പ്രോൺസ് ആഡ് ചെയ്യും, ആൻഡ് മുട്ട എല്ലാം ആഡ് ചെയ്തിട്ട് അന്നത്തെ പോലെ ഫുഡ് പോയിസൺ. അതിൽ മിക്സഡ് നമ്മൾ കഴിക്കാറുണ്ടല്ലോ. ഞാൻ മിക്കപ്പോഴും കഴിക്കാറുണ്ട് ഹക്ക ഫ്രൈഡ് റൈസ്, പിന്നെ മിക്സ്ഡ് ഫ്രൈഡ് റൈസ്. അതില് അല്ല ഉദ്ദേശിച്ചത് അങ്ങനെ മിക്സ്ഡ് ഫ്രൈഡ് റൈസ്. അതിൽ മറ്റേ ബീഫ് എല്ലാം ഉണ്ടാവും. ബീഫ്, ചിക്കൻ, പ്രോൺസ്. അപ്പൊ എനിക്ക് പറ്റിയിട്ടില്ല, ചിലപ്പോ ഇപ്പൊ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ സോനു എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നൊരു അടിപൊളി ഡെസേർട്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. യൂഷ്വലി നമ്മൾക്ക് കോമൺ ആയിട്ട് ഡെസേർട്ട് ഒക്കെ ഉണ്ടാക്കുന്നത് കോമൺ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട്. ഞാൻ ആപ്പിൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. ബിക്കോസ് അതൊക്കെ അത്ര അധികം ഉണ്ടാക്കാറില്ലല്ലേ. ബിക്കോസ് ആർക്കും എനിക്കിഷ്ടമല്ല ആക്ച്വലി ആപ്പിൾ. ഇനിയും വേണം, നല്ല വിശപ്പുണ്ട് കൊച്ചിക്ക്. അപ്പൊ ഇനി ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ കൊടുക്കും. അപ്പൊ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കാണാം. ഗൈസ്, ഇന്ന് എനർജി ഇല്ലാത്തേക്കും കഷ്ടപ്പെടണമൊക്കെ. ഇന്ന് ടെൻഡർ കോക്കനട്ട് വന്നത് ഇളയതല്ല, ഭയങ്കര ഹാർഡ് ഉണ്ട്. ഇന്ന് ഞാൻ പാടുപെടുമെന്ന് തോന്നുന്നു, ബേബിയുമില്ല. അയ്യോ. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കന് വേണ്ടിയുള്ളതെല്ലാം മുറിച്ച് വെച്ച്, പക്ഷേ നമ്മൾ ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഐസ് വിട്ടിട്ടില്ല. അപ്പോൾ അതുവരെ ഇരുന്ന് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്താ അതുവരെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ പോയാലോ, ഇങ്ങനെ സംസാരിച്ചിട്ട് പോയാലോ? ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ സംസാരിച്ചിട്ട് പോയാലോ? ഒരു എനർജി ഇല്ലല്ലേ. എനിക്ക് മെയിൻ എനർജി ഇല്ലാത്ത എന്താ പറഞ്ഞാൽ എൻ്റെ തല ഭയങ്കര ഹെവിയാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഉറക്കം ശരിയാണല്ലോ, മൊത്തത്തിൽ വല്ല മെസ്സേജ് തല ഹെവി ആയിരിക്കും. അത് മാത്രമല്ല, എനിക്ക് വിശക്കണില്ല, ദാഹിക്കണില്ല, ഒന്നുമില്ല ഗൈസ്. ബച്ചില്ല എൻ്റെ എന്താ വെച്ചാൽ
മടി എനിക്ക് തല ഇതിന്റെ മേൾ ഭാഗം ഭയങ്കര ഹെവിയാണ്. സോ ഐ കാൻ കോൺസെൻട്രേറ്റ്. അതാണ് തലക്ക് സുഖമല്ല ഗൈസ് എനിക്ക്. എനിക്കറിയാം ആൾക്കാരെന്തൊക്കെ പറയുന്ന. അപ്പോ ഇത് ഫുള്ള് ഞാൻ കുത്തി പൊളിക്കുന്ന ശ്രമത്തിലാണ്. സോനു ഇന്ന് വെളിവില്ലാതെ ആയിട്ട് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ട്, ബിക്കോസ് ഐ യൂഷ്വലി ഡോണ്ട് പ്രിപ്പയർ ഫ്രൈഡ് റൈസ് ആണോ, ബിരിയാണിയാണ് ഞാൻ എക്സ്പേർട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ടാണോ ഇടാറ്? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണം അല്ലേ സോട്ട് ചെയ്യുമല്ലേ ഇടണേ, ഫ്രൈ ആണോ ചെയ്യണേ? ഞാൻ നീയാണ് ഫ്രൈഡ് റൈസ് വെക്കണം, നീയാണ് ഫ്രൈഡ് റൈസ് ചെയ്യേണ്ട ആൾ, നിനക്ക് അറിയില്ലേ എന്ന്. ഒരു വെളിവില്ലാതിരിക്കുന്നു. മതിയായി എന്തോ ഏതെങ്കിലും മൂലയിൽ പോയി കിടക്കാൻ തോന്നുന്നു. അടുത്ത ക്യാപ്ഷനും എനിക്ക് കൊടുക്കാം. സുഹാനൊക്കെ എന്ത് പറ്റി പാട്ടു മൂലയിൽ കിടക്കാൻ തോന്നുന്നു. സുഹാന കിടപ്പിലായി. കളയോ അവസ്ഥ. അയ്യോ മിഞ്ഞാന്ന് ടപ്പേന്നാണ് നമ്മൾ ഇത് ബോണ്ട ഇതാക്കിയത്. അപ്പൊ പാവം ബേബിക്ക് അന്ന് കിട്ടിയത് ഹാർഡ് ഉള്ളതായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഞാൻ സാഹസികമായിട്ട് 2 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി 3 എണ്ണം ഉള്ളൂ ബാക്കി. ഇറ്റ്സ് ബിറ്റ് ഗൈസ് നോക്കിയിരുന്നോല അയൺ ബോക്സ് താകിയതെന്നു. ഉണ്ടായിരുന്നു. ഡാഡ കണ്ണ് നല്ലോണം കിട്ടി. ഡാഡക്ക് അറിയാം എനിക്ക് എപ്പോഴും വെളിവുണ്ടാവൂലെന്ന്. വെളിവ് മാത്രല്ലല്ലോ ബോധം. Same, it's one and the same. Okay. ഉമ്മച്ചി കരയണു. പക്ഷെ മമ്മി ഉറപ്പിക്ക് ടൈറ്റ് ആയിട്ട് എടുത്ത് അതാണ് സങ്കടം. മഷുമി വിഷമിച്ചിരിക്കുക. ഉറപ്പിക്ക് എടുക്കുമ്പോ കറക്റ്റ് കരയണലുണ്ട്. നല്ല മോളി ഓക്കെ. അടുത്ത കറിക്ക് പോയിക്കാം. ഓക്കെ, ഫുൾ വ്ലോഗ് ഞാൻ എങ്ങനെ ആയിരിക്കും ഗൈസ് ചെയ്യാൻ പോണത്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്താ പറയുന്ന എല്ലാ യൂട്യൂബേഴ്സൊക്കെ എനിക്ക് അറിയില്ല അത് പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെയല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ലേ എല്ലാരും ലൈക്ക് ചെയ്യുക, കമന്റ് ഇത് ഹാർഡ് ഉണ്ടാവാ. ഓ അത് സ്ലോ മോഷൻ എടുക്കണേ. ഒന്നൊഴുക്കട്ടായി എനിക്ക് സങ്കടം മഷ്മി സങ്കടപ്പെട്ടു. അങ്ങനെ ചിരിക്കല്ലോ മച്ചി. അതല്ല മച്ചി ഇത്തിരി കൂടെ കരയണമെങ്കിൽ സവാള കണ്ണി തേച്ചു. ഞാൻ പറഞ്ഞുതരാം. ഫ്രൈഡ് റൈസിന് ഇപ്പൊ ക്യാബേജ് വേണം, ബീൻസ് വേണം, ക്യാരറ്റ് വേണം. അപ്പൊ നമ്മ ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, ക്യാബേജും ബീൻസും ഇല്ലാത്തതുകൊണ്ട് അത് അരിഞ്ഞിട്ടില്ല. നീളത്തിലരിയണം. ബീൻസ് ഇങ്ങനെ നീളത്തിൽ എന്ന് വെച്ചാൽ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട്. അതുകൊണ്ടാണ് ക്യാരറ്റ് അരിയണം, ക്യാപ്സിക്കം, സവാള, പിന്നെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത്, പെപ്പർ, കോൺഫ്ലോർ, സോൾട്ട് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇടണം.
എനിക്കിഷ്ടമല്ലാത്തത് പച്ചമുളക് ഇടാറില്ല. എനിക്കിഷ്ടമല്ലാത്ത നോക്കണ്ടേ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഇഞ്ചി ഇടാം ഗാർലിക്കിന്റെ ഒപ്പം. എനിക്കിഷ്ടമല്ല, ഞാനില്ല. ഇഞ്ചി വേണ്ട, എനിക്കിഷ്ടം. ഇഞ്ചി വേണമെങ്കിൽ ഇടാം, പച്ചമുളക് വേണമെങ്കിൽ 1-2 ഇതിന്റെ ഒപ്പം വേണമെങ്കിൽ ഇടാം. നമുക്ക് എന്റെ സ്റ്റൈൽ എന്റെ സ്റ്റൈൽ ഓഫ് ഫ്രൈഡ് റൈസ് ആണിത്. അപ്പൊ ഇത്ര ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ റൈസ് വേകാൻ വെക്കും. നമ്മൾ ജീരകശാല റൈസാണ് വെക്കണത്. ഞങ്ങക്ക് ബസ്മതിനെക്കാട്ടും ഇഷ്ടം ജീരകശാല റൈസാണ്. ഇഷ്ടമല്ല, ബസ്മതി ഇഷ്ടേയല്ല. സാധാരണ ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ ബസ്മതി റൈസാണ് നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടണത്. പക്ഷെ ജീരകശാല ആകുമ്പോഴത്തേക്ക് കൈമ അല്ലെങ്കിൽ ജീരകശാല ആണെങ്കിൽ നല്ലൊരു ഫ്ലേവർ, നല്ല മണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ റൈസിന് വേഗം വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് മഷു എങ്ങനെയാണ് കരിക്ക് കുത്തിപ്പൊട്ടിക്കണേന്ന് നിങ്ങൾക്ക് കാണിക്കാം. ന്യൂസ് പറയുന്നത് വേറെ കറിക്കിലോട്ട് പോവാം. ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടു സോനു പൊട്ടിച്ചപ്പളെ. ഇത് സോനു വാക്കത്തിൽ പൊട്ടിക്കുമ്പോളെ എനിക്ക് മനസ്സിലായി സോനുനിപ്പ ഇനി വുമൻസ് ഹോർലിക്സിന്റെ ആവശ്യമുണ്ട്. സോനു പറയണേ എനിക്ക് പണ്ടത്തെ എനർജി ഇല്ല, എന്റെ ശക്തിയൊക്കെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വുമൻസ് ഹോർലിക്സ് കുടിച്ചു, സോനു ശക്തിയൊക്കെ റിട്ടേൺ വരും, ബോൺസ് ഒക്കെ ഗട്ടിയാവും. യെസ്, സോനക്ക് അതൊക്കെ കട്ടാക്കിട്ട് അയ്യോ മതി, എനിക്ക് മതിയും കൊതിയുമായി. എനിക്കിനി കുളിച്ച് കിടന്നു. അയ്യാ, കരിക്ക് പൊട്ടിച്ച് എൻ്റെ ശക്തി പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീനും ചിക്കൻ പച്ചോലും വെച്ചിട്ടുണ്ട്. ചിക്കൻ പച്ചോല ചെമ്മീനും വെച്ചിട്ടുണ്ട്. ഇനി വയ്യ, ഇന്ന് ഭയങ്കര പണിയാണ്. നമുക്കിത് മാത്രം പോലെ ഫ്രൈഡ് റൈസ് വെച്ചിട്ട് ഓപ്പൺ ചെയ്താൽ പോലെ. ഫ്രൈഡ് റൈസ് വെച്ചിട്ട് ഓപ്പൺ ആയി. അയ്യോ കടികൾ, കടികൾ കട്ട്ലറ്റ് മാത്രം മതി. ഇത് മാത്രമല്ല ഇനിയുണ്ട് കടിക്ക്. കട്ട്ലേറ്റ് സാധനം ഉണ്ടാക്കണം. ആപ്പിളിന്റെ ആപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നോക്കൂ. അപ്പൊ ഓക്കെ, ഞാൻ മിൽക്ക് ഇട്ടിട്ടാണ് ഇന്ന് ടെൻഡർ അടിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്ക് ഈസ് റെഡി. ഓക്കെ, ഓൾ സെറ്റ് ആണ്. നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. അടുത്തത് ഉണ്ടാക്കാൻ പോണത് അടിപൊളിയായിട്ടുള്ള ഒരു ആപ്പിൾ, എന്താണ് തല്ലു വിളിക്കുന്നത് 2 പേരും. ബിഹൈൻഡ് ദ ക്യാമറയില് സുനു ക്യാമറ പിടിക്കുന്നു, സോനു തല നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സുനു വിട്ട് വീട് കാണിക്കുന്നു. ഹായ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ആപ്പിൾ പുഡിംഗ് അല്ല, ഒരു ആപ്പിൾ വെച്ചിട്ടുള്ള ഡെസേർട്ട് ആണ്. അത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നോക്ക്, ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തു തലതിരിച്ച് എഴുതിയാകണേ. എപ്പോഴും ചെക്കൻ കറക്റ്റ് ആയിട്ട് എഴുതണ ചെക്കനാണ്. ഇപ്പൊ പിന്നെ എല്ലാം ദേ എന്താണ് പിന്നെ ജി തലതിരിച്ച് എഴുതി. എന്ത് പറ്റിയ ചെക്കന്? കൊറേ എഴുതി തെറ്റായി. എഴുതി ഇപ്പൊ തല തിരിഞ്ഞ് എല്ലാം നമ്മൾ ആപ്പിൾ എന്ത് ചെയ്യണം, മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ആദ്യം. ഓക്കെ ഓക്കെ പറ. തള്ളി പൊളിക്കും. ഞാൻ അപ്പോഴത്തേക്കും എന്റെ ചോറ് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. ഫ്രൈഡ് റൈസ്. നമ്മളെ ഈ അരച്ചത് എന്താണ്, ആപ്പിൾ അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇന്നാണ് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യണം. അവിടെ ഫ്രൈഡ് റൈസിനുള്ള നൈച്ചോറ് റെഡി ആക്കിക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പൊ നമുക്കിത് അരച്ചു കൊടുക്കാം. എങ്ങനെ? വെരി ഗുഡ്. സെറ്റായി പണി. എന്റെ വീഡിയോക്ക് വേണ്ടി ഗ്യാസ് ഓണാക്കാൻ ആരാ പറഞ്ഞേ? ഞാൻ തന്നെയാണ് ഓണാക്കിയത്. ആരാ പറഞ്ഞ? വാഷിമല്ല ഓണാക്കിയത്. അടുത്ത നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക ഗൈസ്. ഓക്കെ, ഷുഗർ നിങ്ങൾ ആവശ്യത്തിന് വീണ്ടും പറയണേ. നമ്മൾ വീട്ടിൽ കുറച്ച് അധികം ഷുഗർ ഇടാറാണ്, ഡയബറ്റീസ് വരാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് തിക്കാവണ വരെ
ഹാവ് ടു മിക്സ് ഇറ്റ്. എന്താണിത്? ഓക്കെ, നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ഗ്യാസ് ഓൺ ആക്കണം. ഓൺ ആക്കിച്ചില്ലായിരുന്നു. ഒന്ന് കോൺഫ്ലോർ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആവട്ടെ എന്ന് നമുക്ക് ഓണാക്കാം. ഗൈസ്, ഇത് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. സോ കുറച്ച് ചൂടാറ്റണം. ഇതിൽ ഞാൻ കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ നേരത്തെ. ഞാൻ ഷോർട്ട് കാണിച്ചിട്ടില്ല. മിൽക്ക് മെയ്ഡിനെയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇറ്റ്സ് ടോട്ടലി ഓപ്ഷൻ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഗ്ലാസ്സിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി എടുത്ത ക്വാണ്ടിറ്റി കുറഞ്ഞു പോയിന്ന്. ഇവിടെ സുനൊക്കെ നല്ല വഴക്ക് പറഞ്ഞു തന്നെ. വഴക്കൊന്നും പറഞ്ഞിട്ടില്ല, ചെറുതായി പോയി ക്വാണ്ടിറ്റി എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ. അപ്പൊ നമുക്ക് മുകളിൽ കുറച്ചു എന്താണിത്, മൈദപ്പൊടി. മിൽക്ക് പൗഡർ അല്ലേ? മിൽക്ക് പൗഡറാണ്. ഇനി മൈദപ്പൊടിയുടെ ഉണ്ടാവാ. മിൽക്ക് പൗഡർ ഒരു ചളി അടിച്ചതാ. പാൽപ്പൊടിയാ. മിൽക്ക് പൗഡർ പാൽപ്പൊടിയാണ്. യെസ്, കുറച്ച് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെക്കണം. കട്ടി ആയതിനു ശേഷം അതിൽ ടോപ്പിങ്സ് ഇടാനുണ്ട്. അതെന്നാണ് ഞാൻ പിന്നെ പറയാം. ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് കയറ്റി വെക്കാം. ഗൈസ്, അങ്ങനെ നമ്മളെ ഫ്രൈഡ് റൈസ് തുടങ്ങിയിരിക്കുകയാണ്. അല്ലെ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. നല്ല താലിയാണ് എടുത്തിട്ടുള്ളത്. താല എന്തോ പറഞ്ഞു. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അടുത്തത് എന്തിടും? ഇളക്കണോ? എല്ലാവരും യുദ്ധം കഴിഞ്ഞിട്ടാണ് ഈ ടേക്ക് എടുക്കണേ ഗൈസ്. എന്തോ ബഹളമായിരുന്നു. അടിപൊളി. അതെന്താ അറിയില്ലേ? മാംഗോ ഗ്രീനാ? ഗ്രീനാ അതേതാണ്ടില്ല. ഗ്രീൻ റെഡാ. ഉള്ളില് പോയി. കഴിച്ചോ? കരച്ചില് ബഹളം എല്ലാം ഉണ്ട്. ഒച്ചത്തോണ്ട് സങ്കടമാവുന്നു. കണ്ണിൽ കരച്ചിൽ വരുന്നു. എന്താ വാലത്തൊലിയാ? പഴത്തൊലി. വാഴത്തൊലിയില്ല, പഴത്തൊലി. വാഴന്ന് പറഞ്ഞ പഴത്തിന്റെ അപ്പൊ എനിക്ക് സങ്കടാവോ? അപ്പൊ ഇത് മൂത്തിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എല്ലാം ഒരുമിച്ച് ഇടണമെങ്കിൽ ഇടാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇടുന്നുള്ളൂ. സോനുവിന്റെ സമാധാനത്തിന് വേണ്ടിട്ട് ഒരെണ്ണം സോർട്ട് ചെയ്യാൻ ഞാൻ തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാം വേണമെങ്കിൽ ഒരുമിച്ചിട്ട് സോർട്ട് ചെയ്യാം. എല്ലാം ഒന്നിച്ചിട്ടോ പെട്ടെന്ന് പണിക്ക്. ഭയങ്കര സോർട്ടല്ല, കുറച്ച് ക്രിസ്പി ആണ്. എല്ലാം ചെറിയ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ക്യാപ്സിക്കം എല്ലാം ഒരുമിച്ചിട്ട് ചെയ്യാവുള്ളൂ. പറഞ്ഞില്ലേ? പിന്നെ ഇതിൽ നമുക്ക് ക്യാബേജ് ഇടണം. ക്യാബേജ് ഇല്ല, ബീൻസ് ഇടണം. ബീൻസ് ഇല്ല. പീസ് ഇടണമെങ്കിൽ പീസ് ഇടാം. ഫ്രോസൺ പീസ് ആയാലും കുഴപ്പമില്ല, പീസ് ഇടാം. എന്ത് പീസ്? മറ്റേ ഗ്രീൻ കളറിലെ പീസ്, ഗ്രീൻ പീസ്. നമുക്ക് പല പീസ് ഒക്കെ ചിക്കൻ പീസ്, ബീഫ് പീസ്. പിന്നെ ബേബി ഇല്ല ഗൈസ്, ചളി അടിക്കും. ഇറ്റ്സ് റിയലി ബോറിംഗ് വിതൗട്ട് ഹിം. ക്യാരറ്റ് ഇടാം. ഇത് നല്ല ഒരു അധ്വാനം ഉണ്ട് ഗൈസ് ഇങ്ങനെ അറിയാം. ക്യാരറ്റ് ഇത് മുഴുവനും ക്യാരറ്റ് എടുത്തത് ഇതിനല്ല, എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനെടുക്കാം. വരൂ, ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്യട്ടെ. ഓക്കെ, അടിപൊളി. കുറച്ച് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് എന്ന് വെച്ചാൽ നമ്മൾ റൈസിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ മുട്ട നമുക്ക് സ്ക്രാമ്പിൾ ചെയ്യണതിൽ ഉപ്പിട്ടിട്ടുണ്ട്, ചിക്കൻ ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഇടാം, ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ കുറച്ചൊന്നും ഇട്ട് കൊടുക്കാം. വരുമല്ലോ. അടുത്തത് നമ്മൾ എഗ് ഒഴിക്കാൻ പോണ്. സ്റ്റൈലായിട്ട് അങ്ങനെ ഒഴിക്കണം ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നല്ല ഭംഗിയിലാണ്. ഓംലെറ്റ് ആവണ്ട, സ്ക്രാമ്പിൾ ചെയ്യും. ഓണപ്പൂക്കളിട്ടവരുണ്ട്. മാഷാഅല്ലാഹ്. क्या बोलती है तुम? എഗ്ഗിന്റെ മുട്ട ഇടുന്നുണ്ട്. എഗ്ഗിന്റെ മുട്ട അത് ബുർജിയാക്കണം. ചിക്കൻ മുട്ട ചിക്കൻ ട്രൈ ചെയ്യുന്നുണ്ട് ബേബി ഇല്ലാത്തതുകൊണ്ട്. മഷപ്പിന് ശീലമില്ല. പോയി ബേബി എന്ത് ബിസിയാണ്, എപ്പോ നോക്കിയാലും ബിസി. പുതിയ വീട്ടിൽ പോയല്ലേ ഇവരെ സ്കൂളിൽ പിക്കാക്കിട്ട് പേര് നീ വീട്ടിൽ പോയിട്ടേ വരുള്ളൂ. അപ്പൊ ഇവർക്ക് നാളെ പോവല്ലേ ബോറടിക്കും വണ്ടിയിൽ ഇരിക്കാൻ. പുതിയ വീട്ടിൽ എന്തായാലും നോക്കാൻ വേണ്ടിയാണ് യാത്ര. പണി എന്തായി, ചില സമയത്ത് പണിക്കാരുണ്ടാവൂല, ചില സമയത്ത് അവിടെ അല്ല ക്യാമറ, അവിടെയാ ക്യാമറ. സോറി, ഞാൻ അതിൽ തന്നെ നോക്കി. അതിന്റെ ഉള്ളിൽ ഫുൾ സ്ട്രെസ് ആണ്. ചില സമയത്ത് ഇലക്ട്രിക് ഉണ്ടാവില്ല, ചില സമയത്ത് കബോർഡിന് ഉണ്ടാവൂല, അതുണ്ടാവൂല, ഇതുണ്ടാവില്ല, ഇതുണ്ടെങ്കിൽ അതുണ്ടാവൂല. മൊത്തത്തിൽ അവിടെ മൊത്തം തലക്ക് പ്രാന്ത് പിടിച്ച് കിടക്കണം. വെച്ച് നോമ്പും പിടിച്ച് ഇങ്ങനെ തേരാപ്പാലം നടക്കണം. ഇപ്പൊ എന്തോ ലൈറ്റ്സ് ഒക്കെ മാറ്റി ഓടിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എറണാകുളത്ത് തൊട്ട് തിരിച്ചു വരുന്നുണ്ട്. മൊത്തത്തില് ഫുൾ വീട്ടിലേക്ക് മേടിക്കേണ്ട സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈ ചൂടത്തേക്ക് അപ്പെട്ടിരിക്കാൻ ഇഷ്ടമാണ്. ഇത് കുക്കറാണോ അല്ലെങ്കിൽ തുണിയാണല്ലോ പറ്റിയ തുണി അവിടെ. മഞ്ഞ ഉണ്ടാവണം. ഓക്കെ, അടുത്തത് ഇതിപ്പോ സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഇടാല്ലേ. ഓക്കെ, നമുക്ക് സ്പേസ് ആക്കുന്നു. ഇനിയിപ്പോ എടുത്ത് വെച്ചാണ് പ്രോൺസ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. എനിക്കിഷ്ടായിരുന്നു, പിന്നെ ഇഷ്ടം പോയി. കാരണം ഞാന് ഫുഡ് പോയ്സൺ അത് കുക്ക് ചെയ്യുമ്പോ മണം വരൂല, കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മണം വരൂല. വെള്ളം കളയാണ് ഇതൊന്നും ഫ്രൈ ആക്കിയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണാമോ, എല്ലാരും കാത്തിരിക്കും. ചെമ്മീൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇനി സൈഡിലോട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഇപ്പൊ അമ്മയൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചത് ആ സൈഡിൽ കിടന്ന് അടി പിടിക്കില്ലേ. നമുക്കിങ്ങനെ മാറ്റി മാറ്റി ഓരോന്ന് പാത്രത്തിലോട്ട് വെച്ചത് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. സൈഡിലോട്ട് സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് എടുത്താൽ മതി. ഇനി ഓയിൽ ഒഴിക്കോ? ഇതിപ്പോ ഓയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഓയിലും വെള്ളം ഇതിലിപ്പോ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ട് ആക്കി വെച്ചാൽ ഇനി ഇതിലേക്ക് ചിക്കൻ എടുക്കും. വന്നില്ലടാ, മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കുറച്ച് നേരം അവിടെ വെച്ചത് കൊണ്ട് എല്ലാവരും തമ്മിൽ പിടിച്ചു. ഇനി ചിക്കനും വേവണം നമുക്ക്. പ്രോൺസ് ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ചിക്കൻ ഐ ഡോണ്ട് തിങ്ക് സോ അത്ര പെട്ടെന്ന് വെന്ത് കിട്ടും. ചിക്കൻ ഇപ്പൊ ചെറുതായിക്കൊണ്ട് അധികം നേരം എടുക്കൂല. പ്രോൺസിനൊക്കെ കുറച്ചും കൂടി ടൈം എടുക്കും.
ചെറുതായിട്ട് അമ്മ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മ മൂടി വെച്ചായിരുന്നു പ്രോൺസ് വേവിച്ച് വെച്ചാൽ ഇതിപ്പോ തന്നെ ആവും. യെസ് നോക്കൂ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അധികം ടൈം എടുത്തിട്ടില്ല. റെഡിയായി. യെസ് വാട്ട് നെക്സ്റ്റ്? ഇനി അതെല്ലാം ഒന്ന് മിക്സ് ആക്കാം. ഇനി എല്ലാം ഇതുപോലെ തന്നെ നേരത്തെ മിക്സ് ചെയ്തതുപോലെ നമ്മൾ മിക്സ് ചെയ്യാം. അതൊക്കെ നല്ല മണമുണ്ട്. ചെമ്മീനും ഇനി ഇതിൽ വേണമെങ്കിൽ ബീഫ് ഇടാം. നിങ്ങൾക്ക് ഫുൾ മിക്സഡ് ആണെങ്കിൽ ബീഫ് ഇടാം. അതുപോലെ തന്നെ അത് ബീഫ് വേവിച്ച് കുറച്ച് കിടക്കണം. അത് വേവില്ല. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി ഇട്ടാൽ ഇനി ഇതിലേക്ക് നമുക്ക് സോയ സോസ് ആഡ് ചെയ്യാം. സോയ സോസ് ഞാൻ എല്ലാം ഒഴിച്ചൊന്ന് വിചാരിച്ചോട്ട് ഇട്ടുപോയി ഞാൻ. സോയ സോസ് കുറച്ച് ആഡ് ചെയ്യാം. വിനാഗിരി നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാ ലൈക്ക് ഇന്നൊരാൾ കുക്ക് ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ വി ഫീൽ അല്ലോ കുറേ ഇടുന്നുണ്ട്. സ്വയം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവൂല. നമ്മൾ ആവശ്യത്തിന് ഇടും. വേറെ ആൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തിരിക്കുമ്പോൾ വി ഫീൽ അവർ കുറേ ക്വാണ്ടിറ്റി ഇടുന്നുണ്ട്. എനിക്ക് ഒരു ഹോസ്പസ് വല്ല ആവും. ബേബി ചെയ്യുമ്പോൾ ഞാൻ പറയും എത്ര വേണ്ട ആഗ്രഹം. വിനാഗിരി ഞാൻ ഇട്ട് യെസ് വിനാഗിരി ഇട്ടിട്ടുണ്ട്. ഒരു 2 മൂടി ഇട്ടിട്ടുണ്ട്. സോയ സോസ് ഒരു 1.5 മൂടി ഇട്ടിട്ടുണ്ടോ? മൂടിക്കണക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് പറയാം. അതുകൊണ്ട് ഈ മൂടിക്കണക്ക് പറഞ്ഞു. സ്പൂൺ കണക്കല്ല പറയണം. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള പണിയാണ്. ചില്ലി സോസ് ഒരു 2 മുടി ക്യാപ്പ്. ഈ ക്യാപ്പിന്റെ സൈസ് വേണ്ട, ഞാൻ ഇതിൽ തന്നെ ഇടാം. ഒരു 2 3 ഫുൾ ബോട്ടിൽ ഇടണമെന്ന് ആവശ്യമുള്ളവർ അങ്ങനെ ഇടാം. എല്ലാ റെസിപ്പി എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം ഗൈസ്. കുളമാക്കാനും പറ്റും, അക്കലാക്കാനും പറ്റും. ബേബി പറഞ്ഞ ശരിയാണ്. നീ കുണാഫ കളിയാക്കണം. പെപ്പർ പൗഡർ യെസ് മിക്സ് ആക്കൂ. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. മിക്സാക്കി. ഈ ടൈം ആകുമ്പോ എപ്പോഴും ഇടിവെട്ടും മിന്നൽ. വൈകുന്നേരം മഴ അത്ര വരൂല. ശരി നിർത്തി. മസൂറ പറഞ്ഞ പിന്നെ ഇവിടെ അപ്പയില്ല. ഇവിടുത്തെ ആള് മാങ്കുള്ള ഗുണ്ടയാണ്. ഇന്ന് പറയാലോ, ഇന്ന് ആകെ ബോഡി ടയർഡാണെന്ന് തോന്നുന്നുണ്ട്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹെഡ് ഹെവി ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ, വിൽ ബി ഓക്കെ. ഫ്രഷ് ആയിട്ട് വരാൻ ഓക്കെ. ഇതെല്ലാം നല്ലോണം മിക്സ് ആക്കി. ഇതിലിപ്പോ കുറച്ച് വാട്ടർ ആയിട്ടുള്ളത് ചെമ്മീന്ന് ഇറങ്ങിയ വെള്ളമോ ഡ്രൈ ആയി. കുറച്ചുകൂടി ഡ്രൈ ആയിരിക്കും. ഞാനത് കുറച്ച് മാറ്റാൻ മറന്നുപോയി, വെള്ളം കളയാൻ മറന്നുപോയി. അപ്പൊ ഇത് കുറച്ച് വാട്ടർ ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആയിരിക്കും. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് മിക്സ് ചെയ്യാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇടാം. സ്പ്രിംഗ് ഓണിയൻ അല്ലേ ഗ്രീൻ കളറില്? അതൊക്കെ ഇടാം. ഞാൻ മറന്നു. കുറച്ച് പീസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, അതിടണം അല്ലേ? ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഗ്രീൻ ഫ്രോസൺ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇടാം. നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ. കുറച്ച് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാം. അപ്പം അത്യാവശ്യം ഇതിൽ കുറച്ച് വാട്ടർ ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ പീസ് കിട്ടിയോണ്ട് പീസ് ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ പറയാത്ത വെജിറ്റബിൾസ് നിങ്ങൾ ചോറ് ആഡ് ചെയ്യും. അതിൽ സമയം കളയണ്ട. ചോറ് പിന്നെ പോവും ഫ്രഷ് ആവും. പിന്നെ എനിക്ക് കുറേ പണി. ഇപ്പോൾ ഓൾറെഡി കറി ഷേക്ക് പുഡിങ് അതിലൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഓക്കെ ഇട്ടോളൂ. ബസ്മതി റൈസ് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഈ അരിയാണ് പ്രിഫർ ചെയ്യണമെങ്കിൽ ഇതിടാം. മിക്സാക്കി എടുക്കും. So fried rice is ready. ഗൈസ് അങ്ങനെ കുളിച്ചു ഫ്രഷായി വന്ന് കുറച്ച് സമാധാനമുണ്ട്.
പക്ഷെ കുറച്ച് ഹെഡേക്കും ഉണ്ട് ഒരു റൈറ്റ് സൈഡിൽ. സോ മൈഗ്രെയിൻ വരാനുള്ള ചെറിയ ചാൻസസ് ഉണ്ട്. കുഴപ്പമില്ല, വരുമ്പോൾ കാണാല്ലേ. ഞാൻ ഓൾറെഡി ഹെഡേക്ക് ആയിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ മാങ്ങ ഏതാ ഞാൻ അന്ന് കൊണ്ടുവന്നാണോ? അപ്പോൾ പച്ച മാങ്ങയാണ് പഴുത്തല്ലെന്ന് പറഞ്ഞു, അതല്ലേ ഇത്? അപ്പൊ രണ്ട് മിക്സ് ആവുമ്പോൾ നോക്കട്ടെ. അപ്പൊ ഇത് വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തതിൻ്റെ കൂടെ? രണ്ട് ടൈപ്പ് പോലെ ഉണ്ട്. എന്താ സംഭവം അറിയില്ല. വേറെ ഒന്നും ഇല്ല, ഞാൻ അന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നായിരുന്നു, ഒരു 2 kg. സോനു ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ കൊണ്ടുവന്നത് പച്ച ആയിരുന്നു ഞാൻ കണ്ടപ്പോൾ. ഇത് പക്ഷെ വേറെ മാങ്ങ പോലെ ഉണ്ട്. ഞാൻ ഷേക്ക് അടിച്ചത് ഈ മാങ്ങ ആയിരുന്നു. സോ മൊത്തത്തിൽ കൺഫ്യൂഷൻ. അവിടെ എന്ത് കിട്ടും അത് വെച്ച് ചെയ്യൂ ഗൈസ്. അല്ല, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മാംഗോ മൊജിറ്റോ. ഓക്കെ, അത് ഞാൻ പക്ഷെ ഈ വ്ലോഗിൽ കാണിക്കില്ല. അതാണ് ഇത് ഞാൻ ഇപ്പൊ വരെ മിസ് ചെയ്തു. നിങ്ങൾ ഇല്ലാണ്ട് കിച്ചണിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഞാനത് നിങ്ങളെ പോലെ കൗണ്ടർ ഒക്കെ അടിക്കാൻ നോക്കി, അത് ഏത്തില്ല. പക്ഷെ ഏത്തില്ല, ഫുള്ള് ചളിയൊക്കെ ആയിരുന്നു. എന്റെ മുഖത്തെ ചളിയായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ ചിരി വന്നിട്ടില്ല. എനിക്ക് തന്നെ എന്ത് ചളിയാണ് അങ്ങനെ തോന്നി. നിങ്ങൾ ചളി അടിക്കുമ്പോ നല്ല രസമുണ്ടോ? ഞാൻ ചെളി അടിക്കുമ്പോൾ ചളി ഇങ്ങനെ തെറിക്കും അല്ലേ? ഈ വണ്ടിക്കൊക്കെ പോയിട്ട് മറ്റേ ചെളിയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ടയറിറക്കിട്ട് ഇങ്ങനെ തെറിപ്പിക്കണം. പവർ ആയിരിക്കും ഇവിടെ ചളിക്ക്, കഴുകിയാലും പോലും. യെസ്. അപ്പോൾ സോനും സൈഗു ഫ്രഷ് ആവാൻ പോയി. ആ ടൈമിൽ ഞാൻ മൊജിറ്റോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ബിക്കോസ് ഐ ടോൾഡ് യു മസ്റ്റ് ട്രൈ റെസിപ്പീസ് ഒക്കെ ഞാൻ വേറെ തന്നെ എടുത്ത് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. സോ ഇത് കട്ട് ചെയ്യുന്നത് മാത്രമാണ് നിങ്ങളിപ്പോൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് കഴിഞ്ഞിട്ട് കടികളൊക്കെ ഉണ്ടാക്കണം. ഐ റിയലി ഡോണ്ട് ഹാവ് ടൈം ടുഡേ. സോ നോക്കാം നമുക്ക്. കേടാണ് ഗൈസ് ഇത്. അതാണ് മോങ്ങിക്കോ, കേടാണ്. ഇറ്റ്സ് ഓക്കെ. കുറച്ച് ഭാഗം അങ്ങനെ ഉണ്ടാവും, നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഓക്കെ, നമുക്കിനി കിച്ചണിൽ കാണാം. അടുത്ത കടികൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതെന്താണ് പറയൂ? ഓണിയൻ ബജി, നീർലി ബജി എന്ന് പറയൂ പേരിൽ. സോ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഓണിയൻ ചെത്തുക, മുളക് പൊടി ഇടുക, പിന്നെ എന്തൊക്കെ പൊടിയുണ്ട് വീട്ടിൽ അതൊക്കെ ഇട്ടിട്ട് ഗ്രീൻ ചില്ലി ഇട്ട് കയ്യിൽ കുഴച്ചിട്ട് കടലമാവ് ഇടുക. കടലമാവ് ഇന്നലെ വീട്ടിലിട്ടായിരുന്നില്ല, ഇത് വേഗം കൊണ്ടുവന്നിട്ടുണ്ട്. സോ കടലമാവ് ഇട്ട് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ടൈം ആകുമ്പോൾ പൊരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പുഡിംഗ് അല്ലല്ലോ, ആപ്പിൾ ഡെസേർട്ട് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിനെ മുകളിൽ ടോപ്പിങ്സിൽ ഇടാനുള്ളതാണിത്. ചോപ്ഡ് ആപ്പിൾസ്. ഓക്കെ, ഈ ആപ്പിൾസ് കുറച്ച് ചോപ്പ് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ ഇടാത്ത റെസിപ്പി ഇല്ല നമ്മളെ. ഓക്കെ 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 ഷുഗർ ഇട്ടിട്ട് നല്ലോണം സെർച്ച് ചെയ്യാം. അടുത്തത് കുറച്ച് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. ലുക്സ് വെറൈറ്റി. സിനമൺ പൊടിച്ചത് അതിവിടെ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല സിനിമനൊക്കെ ഇടുമ്പോൾ തന്നെ എനിക്കൊരു ടർക്കിഷ് ഫീലാണ്. ടർക്കിഷ് ആൾക്കാർ കൂടുതൽ യൂസ് ആക്കും സിനമൺ പൗഡർ. ഓക്കെ, ഒരാൾ കട്ട്ലറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ സുനുമോളുടെ കട്ട്ലൈറ്റ് നോക്കിക്കോ. സിനിമ പ്ലേറ്റ് കുനിഞ്ഞൊക്കെ എടുക്കണത്. ഓക്കെ, സിനിമോൾ കട്ട്ലറ്റ് ടേസ്റ്റി ആയിരിക്കും. ഒറ്റക്ക് സിനിമോൾ റെഡിയാക്കി, ഒറ്റക്ക് റെഡിയാക്കി വെച്ച് പോകുന്നുണ്ട്. ആപ്പിള് ഷുഗറൊക്കെ ഉരുകിയല്ല ഉരുകി. ഇനി ബഷീടെ പറയുന്ന പോലെ 501 ബാർസ്. അത് ഇന്ന് 501 വേറെ കൂടുമ്പോൾ 501 അല്ല കേട്ടാ, ബട്ടറാണ്. അതന്നെ സോണിയുടെ പുറത്തെ ബുദ്ധിയില്ല. 501 ഇടണ്ട, പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോ ചില സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തു. Okay, so let's sausage until the butter melts. Until the butter melts alla guys. ഒരു 7 to 10 minutes നമുക്കിത് സോട്ട് ആക്കണം നല്ലോണം. മാഷ് ആണോ? മാഷ് ആവണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ ആപ്പിൾ. യെസ്, നമ്മളെ ടൊമാറ്റോ എന്ന് പറയാൻ ടൊമാറ്റോ പൊട്ടറ്റോ അല്ലേ, എന്താണ് ഇത്? ആപ്പിൾ പൊട്ടറ്റോ പോലെ ഉണ്ടെങ്കിൽ ആപ്പിൾ നല്ല നമ്മൾ സോട്ടൊക്കെ ചെയ്തെടുത്തു ബട്ടറിൽ. പിന്നെ ചൂടാറാൻ വെച്ചു. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണം. ഓക്കെ, ടേസ്റ്റിന് വേണ്ടി നോട്ടുള്ള ഭംഗി. ഓക്കെ, ടേസ്റ്റിന്. ഓക്കെ, ബിക്കോസ് ബട്ടർ ഒക്കെ ഉണ്ടാകാറില്ല.
നൈസ് ആയിരിക്കും തോന്നുന്നു. ഐ എം ട്രൈങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ. പക്ഷെ സോണിനില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ ഷെയർ ചെയ്ത് കഴിച്ചോളാം. എനിക്ക് വല്ല ഫുള്ള് വേണ്ട. ഓക്കെ, നീ ഓർക്കണം പറഞ്ഞത്. ഞാൻ ഓർക്കും. ഓക്കെ. സൈഗു ഇപ്പളേ നോക്കിയേക്കണേ അല്ലേ സൈഗു? ഇതൊരു സാധനം തിന്നാനുള്ള അതൊരു സ്വീറ്റ് ഡെസേർട്ട് ആണ്. നല്ലതായിട്ടുണ്ടാവും തോന്നുന്നു കാണുമ്പോ. ഓക്കെ, സെറ്റ്. വാവ്. ഛർദിക്കിനി. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കണാണ്. ബിക്കോസ് ഇത് ഡെസേർട്ട് പോയിട്ട് പിന്നെ ഉരുകിട്ട് ജ്യൂസ് ആവണ്ട. അപ്പൊ നമുക്ക് ഫ്രിഡ്ജിലോട്ട് തന്നെ കേട്ടി വെക്കാം. ആൻഡ് ഇനി നമുക്ക് ഇഫ്താറിൽ കാണാം. യെസ്. ഗൈസ്, അങ്ങനെ മാഷാഅല്ലാ 7ാമത്തെ നോമ്പും നമ്മളങ്ങനെ തുറന്ന് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവരും കാരൊക്കെ തിന്ന് പിന്നെ ചടങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ തിന്നാൻ സൈക്കിൾ പിടിച്ചോ. കലാകാരൻ കൂടെ വെയിറ്റ് ചെയ്യണേ എന്തൊക്കെ കാണിക്കാൻ വേണ്ടി. ഓൾറെഡി ഈന്തപ്പഴം കഴിച്ചു. ഇപ്പൊ ഇവിടെ സ്പെഷ്യലായിട്ട് കാണിക്കാനുള്ളത് മോങ്ങിക്കോ. ഇതിന്റെ വീഡിയോ അടുത്ത വീഡിയോ പക്ഷെ വിടുന്നതാണ്. ഇത് ഉണ്ടാക്കിയ ഈ മോങ്ങിക്കോ നമുക്ക് വാലാക്കിയ ഇതെന്താണ് ഫുൾ ചാർജോടെ സ്റ്റൈലൊക്കെ കയ്പുണ്ടാവും തോന്നിട്ട്. ഇവിടെ എക്സ്പ്രഷൻ ഇപ്പൊ മാറും. എന്തോ അതാണ് മോങ്ങിക്കോ അല്ല മോജിറ്റോ. വാവ്, എന്താണ് ടെൻഡർ കോക്കനട്ട് ജ്യൂസ് ആണ് കുടിച്ചിരിക്കുന്നത്. കൊള്ളാവോ? ഓക്കെ, ഭാഗ്യം. സ്മൈലി വാവക്കാണ് ഇത് ഞാൻ ഫ്രൈ ചെയ്ത്. സ്മൈലി ബാവക്ക് കാണിക്കാനുള്ളതൊക്കെ കാണിച്ചോ. ബാബ കൊറേ നേരം വെയിറ്റ് സൈഗ് വരച്ച ഓട്ടോറിക്ഷ. ചെമ്മൂച്ചന്റെ കാറ് ബാവ ഇതിന്റെ ഫ്രണ്ട്. ഇതിങ്ങനല്ലേ സൈഗോ? ഇങ്ങനല്ലേ പിടിക്കുന്നത് ഓട്ടോറിക്ഷ? പൊളി. വരച്ചിട്ടോ. ഇതാണ് പ്രശ്നം. ഇവനൊരു വര തുടങ്ങി കഴിഞ്ഞാൽ നിർത്തൂല. ഇവന് വരച്ചുണ്ടെങ്കിൽ കണ്ടിട്ട് സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയും. ഇപ്പൊ നമുക്ക് കാണിച്ചപ്പോ തന്നെ അവൻ ഓടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ ചെറുക്കനെ ഓടിയിട്ട് വരട്ടെ. ഓട്ടോയും ജീപ്പും കാറൊക്കെ വരച്ചു കഴിഞ്ഞു. അപ്പൊ നോമ്പ് തുറക്കും. നിങ്ങൾ നോമ്പ് തുറക്ക് അതിനെ കഴിക്കാം. അധികം നോമ്പ് തുറക്കും. നിന്റെ മുച്ചിട്ടും എടുക്കാൻ പോണം. ഇളക്കി തന്നാലേ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. ടെൻഡർ ഷേക്ക് ആദ്യമേ കുടിച്ചു. മൊജിറ്റോന്ന് പറഞ്ഞാൽ മൊജിറ്റോണ് പക്ക വേറെ ലെവലാണ്. സൈഗത് എല്ലാം ടൂൾസ് ഒക്കെ എടുത്തോണ്ടിട്ട് അതെല്ലാം കൊട്ടി തുടങ്ങി. കലാകാരൻ എന്തോ പടപടപടപടേന്ന് പറഞ്ഞ് വരക്കും. അതാണ് സൈഗു. ഭയങ്കര ആർട്ടിസ്റ്റ്. ഇതിന്റെ മാംഗോ ചങ്ക്സ് ഇങ്ങനെ എടുത്ത് കഴിക്കണം. ചങ്ക് ബ്രോ പൊളിയല്ലേ? ഭാഗ്യം. യെല്ലോ കാറാ? എന്നാ യെല്ലോ കാർ. So I'm gonna try my daughter's cutlet. You know baby, സുനു മോൾ ഉണ്ടാക്കിയ. സുനു ഉണ്ടാക്കിയാണോ? Yes. സുനു പെട്ടെന്ന് ഇവിടെ കഴിക്കണ. സുനു ഇവിടെ ഇല്ലേ? സുനു ഉണ്ടോ? സുനു ഉണ്ടായിരുന്നു.
ഇത് മൊത്തം തീർന്നു. സൂപ്പർ. Trust me. അടിപൊളി. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. കംപ്ലീറ്റ് മസാല മിക്സിങ് എല്ലാം സുലുവാണ് ആണോ? കട്ടിങ് പോലെ സുന്നു. പിന്നെ കട്ടിങ് മസാല മിക്സിങ് അന്നൊന്ന് പെട്ടെന്ന് പിടിച്ച് ഷേപ്പ് ഞാൻ കഴിക്കട്ടെ. ഷേപ്പും സുന്നു മോൾ. കൈ കൊണ്ട് ഷേപ്പ് ചെയ്ത് ദാ എടുത്തോ. എല്ലാം കഥ, സംവിധാനം, തിരക്കഥ, സംഭാഷണം. പ്രൊഡ്യൂസർ ഡയറക്ടർ എല്ലാം അവളെ. വലുതായ സോസ് ഇട്ട് കഴിക്ക്. സോസ് ഇട്. സോസ് ഇട്ട സോസിന്റെ ടേസ്റ്റ് അല്ലേ വരുള്ളൂ. ഒരു സാധനം ഇതുപോലെ കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലല്ല കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയാത്തോണ്ട്. സുനു ഇതുകൂടി നീ ഉണ്ടാക്കിയാൽ മതി. അതന്നെ നമ്മുടെ വിലൊന്നും ഉണ്ടാക്കണ്ട സുനു, നീ ഉണ്ടാക്കിയാലേ ടേസ്റ്റ് നമ്മളെ ഇഷ്ടപ്പെട്ടു സോനു എടുത്ത് പൊളിയായിട്ടുണ്ട്. അടുത്ത കട്ടില ഞാൻ എടുക്കാൻ പോകണം ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. സോനു ടപ്പ 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 പറഞ്ഞു എന്റെ മോൻ വരച്ചതിന് എന്ത് സ്പീഡിലാണ് വരച്ചത്. അറിയില്ല അറിയില്ല. എല്ലോ കാറല്ലേ? സോനു ഇത് ട്രൈ ആക്കി പറ. അതാണ് ഓട്ടോഷ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം. ഓക്കെ, ആപ്പിൾ ഡെസേർട്ട്. ആപ്പിൾ ഡെസേർട്ട് നല്ലതേ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട്. പിള്ളേരെ കുറുക്ക് പോലെ ഉണ്ട്. നോട്ട് ബാഡാ. എനിക്ക് സിനിമയുടെ ടേസ്റ്റ് ഇട്ടുകൊണ്ട് ദേഷ്യപ്പണി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലേ ഗൈസ് ടർക്കിഷ് ഡെസേർട്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്യും. സോനന് ഇന്ത്യൻ മാത്രം ഇഷ്ടം ഗൈസ്, ഇന്ത്യൻ ഫുഡ് മാത്രം ഇഷ്ടം. സിനിമയുടെ ടേസ്റ്റ് സിനിമ നിങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞേ. ഞാൻ സുഹാനെ റിജക്ട് ചെയ്തിരിക്കും. എന്റെ മോങ്ങിക്കോ ഇത് ഇവിടെ തന്നെ ഉണ്ട്. ആ അത് തന്നെ ടേസ്റ്റ്. ഇതെന്താ സാധനം പറഞ്ഞത്? ആപ്പിൾ ഡെസേർട്ട്സ് മിക്സ് ആക്കല്ലേ. മിക്സ് ആക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ തന്നാ പോരാ. നിങ്ങൾക്ക് കഴിക്കുന്ന ആപ്പിൾ എടുത്തോ. കുറുക്ക് പോലെ ഉണ്ടോ പിള്ളേരെ? കുഴപ്പമില്ല. എന്നാ ഞാൻ നോക്കണം, എനിക്ക് നോക്കിയേ പറ്റുള്ളൂ എന്ത് പറ്റിയെന്ന്. അത്ര സാറ്റിസ്ഫൈഡ് ഫേസ് ഇല്ല. സൂപ്പർ ആണ്, ഇഷ്ടപ്പെട്ടു. ആണോ? എന്താ സംഭവം? ആപ്പിൾ ഡെസേർട്ട് നോക്കട്ടെ കഴിച്ച് ഞാൻ കഴിച്ചു നോക്കട്ടെ. നോമ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാം നല്ല ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട്. എനിക്ക് ഫ്ലേവേഴ്സ് കിട്ടല്ല. ആ സിനിമന്റെ കുത്തൽ മാത്രം നിങ്ങളുടെ കഥയൊക്കെ വെറുതെ എന്റെ മോനോട് എന്തോ വരച്ച് എല്ലാം കാണിച്ചു കഴിഞ്ഞു. 6 മിനിറ്റായി. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോണില്ല. കീറാൻ പാടില്ല. വരച്ചിട്ട് ബുക്കിന്ന് കീറുന്നത് ബുക്കിന് വേണ്ടി പറയട്ടെ. നിങ്ങൾ പിന്നെ 50 മിനിറ്റ് ഇടൂ, നീ 1 മണിക്കൂർ ഇടുന്നൊക്കെ. ബുക്കിന്ന് കീറാൻ പാടില്ല കേട്ടാ. വരച്ചിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ട് കാണിക്കാം കേട്ടാ. ഞാൻ എന്റെ മോൻ വരച്ച് ചെയ്തിട്ടോ. ഉഷാറാണ്. എല്ലാരും ഒന്ന് കൈയടിച്ച് സൂപ്പറായി. അടിപൊളി. എന്റെ അടുത്ത് പറയുകയും ചെയ്യും, നിങ്ങൾ 1 മണിക്കൂറൊക്കെ വീഡിയോ ഒക്കെ ഇടല്ലേ പാവം എല്ലാരും. അല്ല ഇതിന് മുമ്പുള്ളൊന്നും എനിക്കറിയില്ലല്ലോ. ഇതിന് ഞങ്ങളൊക്കെ ക്യാമറയിൽ വരുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തെ അംഗങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ കുറച്ച് ടൈം മാറ്റി വെച്ചിട്ട് വേണം ബാക്കി സ്പേസ് ആയിട്ട് വരാൻ. 1 മണിക്കൂർ നിങ്ങൾക്ക് ഞാൻ മാറ്റും. ഓക്കെ പറഞ്ഞോ. ഇന്നലത്തെ വിന്നർ ആണെന്ന് പറഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻ പറയൂ, എന്നിട്ട് അതിന്റെ ആൻസർ പറയൂ, എന്നിട്ട് വിന്നറെ പറയൂ. അറ്റർ ഫ്ലോപ്പ് വേർഡ് യൂസ് ചെയ്തത് എപ്പോഴായിരുന്നു? അത് എഗ് ബജിക്ക് വേണ്ടി ചമ്മന്തി ചോപ്പർ അടിച്ചപ്പോ ഫ്ലോപ്പ് ആയി. അപ്പൊ മഷുത്ത പറഞ്ഞതാണ് അറ്റർ ഫ്ലോപ്പ് ആയതെന്ന്. കറക്റ്റ് ആൻസർ. പല ആൾക്കാരും പല ആൻസേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ആൾക്കാർ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്ത വിന്നർ ആരാന്ന് പറഞ്ഞാൽ ജെഫിയ ജെയിംസ്. So Jeffia James, do mail me your full details with contact number. അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ അല്ല ടുഡേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരാൻ പോണത് ബെസ്റ്റ് കമന്റ്. പ്ലീസ് ഡു കമന്റ് ദ ബെസ്റ്റ് തിങ്. എന്താത് നമ്മൾ സെലക്ട് ചെയ്യും. ബെസ്റ്റ് കമന്റിനുള്ള ഇതാണ്. യെസ്, ഇന്ന് കമന്റ്സ് ഇങ്ങനെ കഴിച്ചോ. ഇന്ന് കമന്റ്സ് ഇങ്ങനെ വെട്ട് തന്നേക്കുവാണ് ഗൈസ്. ഡു റൈറ്റ് ദ ബെസ്റ്റ് നല്ല ബെസ്റ്റ് ഒരു കമന്റ് ആയിരിക്കും. മാത്രം പറയരുത് പ്ലീസ്. So stay tuned. We'll see you all in our 8th Ramadan. Bye bye.